ഇന്ന് കർക്കിടകം 8 കമ്പരാമായണം 8-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഭാഗത്തില് നമ്മൾ പരിചയപ്പെട്ട ഒരു വിശേഷപ്പെട്ട മരമാണ് ശ്ലേഷ്മാതകം. ബഹുവാഹകം എന്നൊരു പേരുകൂടി അതിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. നമ്മുടെ മലയാളത്തിൽ നറുവരി, തമിഴില് നറുവിലി, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പേരുകളിൽ അറിയപ്പെടുന്ന നമ്മുടെ നാട്ടുപ്രദേശങ്ങളിൽ ഇലവഴിയും കാടുകളിൽ വളരെ സമൃദ്ധമായിട്ട് വളരുന്ന ഒരു മരമാണ് ശ്ലേഷ്മാതകം. ശ്ലേഷ്മാതകത്തിൻ്റെ ഒരു ഭാഗവും നമുക്ക് കളയാനില്ല. ഓരോ ഭാഗവും ഓരോ വ്യത്യസ്തമായിട്ടുള്ള രോഗങ്ങൾക്ക് ശമനത്തിനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ പ്രതീകമായിട്ട് എടുത്തത്, അതിൻ്റെ വനത്തെ. അപ്പോ അറിവ് എന്ന് പറയുന്നത് വിവിധ തരത്തിലുള്ള കാര്യങ്ങളെ നമ്മളിൽ എത്തിക്കുന്നതിന് ശേഷിയുള്ള ഒന്നാണെന്നാണ് നമ്മൾ ഈ ശ്ലേഷ്മാതകം എന്ന പ്രതീകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം വനം എന്ന് പറയുന്നത് വളരെ നിഗൂഢമായിട്ടുള്ള ഒരു പ്രദേശമാണെന്നും അറിവും അതുപോലെ നിഗൂഢമായ തരത്തിലുള്ള ഒന്നാണെന്നുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അറിവ് തേടി അറിവിൻ്റെ വനത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ വിവിധ തരത്തിലുള്ള അറിവുകളെ കണ്ടുമുട്ടുകയും അത് നമ്മളെ അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എപ്പോഴും തിരിച്ചറിഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ഒരു കാര്യമാണ്. വനം നിഗൂഢമാണെന്ന് നമ്മുടെ നിരീക്ഷകരെല്ലാം തന്നെ സമ്മതിച്ചു കഴിഞ്ഞു. പുതിയ പുതിയ എന്തെല്ലാം ജീവജാലങ്ങളെയാണ് ഇപ്പോഴും വനത്തിനുള്ളിൽ നിന്ന് നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് അറിവും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അറിവ് നമുക്ക് തരുന്നത് എപ്പോഴും സന്തോഷമായിരിക്കും, ആനന്ദം, ഇമ്പമായിരിക്കും തരുന്നത്. അപ്പൊ ഇമ്പം തരുന്നതിനുള്ള ഒരേ ഒരു ഔഷധം എന്ന് പറയുന്നത് അറിവാണ്. മനുഷ്യന്റെ സ്വകാര്യ ജീവിതത്തെ ആകട്ടെ, സാമൂഹിക ജീവിതത്തെ ആകട്ടെ സന്തോഷപ്രദമാക്കുന്നതിന് അത്യാവശ്യം വേണ്ട ഘടകമാണ് അറിവ്. അറിവ് ഇല്ലാതെ വരുമ്പോൾ നമുക്കുണ്ടായി വരുന്ന കാര്യമാണ് ദുഃഖം, സങ്കടം. അതൊക്കെ അസൂയ തുടങ്ങിയിട്ടുള്ള വിവിധ തരത്തിലുള്ള വികാരങ്ങളിൽ നിന്നും ഉണ്ടായി വരുന്ന സങ്കടങ്ങളും നമ്മുടെ നിത്യജീവിതത്തിലുണ്ട്. അപ്പൊ ഇവിടെ ഇമ്പത്തിന്റെ നേരെ എതിരാണ് തുമ്പം. അപ്പൊ നമ്മള് ഒരു പാട്ട് ഓർമ്മ വന്നു, തുമ്പപ്പുടത്തിലിട്ട് തൂയവനാക്കി വൈത്തായി. തുമ്പപ്പുടത്തിലിട്ട്, തുമ്പത്തെ പുടത്തിലിട്ട്, അതായത് ഉലയിലിട്ട് നന്നായിട്ട് ശുദ്ധീകരിക്കുമ്പോൾ അത് പരിശുദ്ധമായി വരുന്നു. പരിശുദ്ധൻ എന്ന് പറയുന്ന വാക്കാണ് തൂയവൻ, പരിശുദ്ധൻ. അതിന് തമിഴിൽ അനേകം വാക്കുകളുണ്ട്. തുറവികൾ എന്നൊരു വാക്കുണ്ട്, അടികൾ എന്നൊരു വാക്കുണ്ട്, അയ്യൻ എന്നൊരു വാക്കുണ്ട്. അയ്യൻ അയ്യപ്പ സ്വാമിയേ എന്ന് വിളിക്കും. കാരണം എന്താ? പരിശുദ്ധനായ അല്ലയോ അയ്യപ്പ, ഞങ്ങളെയും പരിശുദ്ധരാക്കി മാറ്റണമേ, അയ്യൻ അയ്യപ്പ എന്നാ വിളിക്കുന്നത്. അപ്പൊ അയ്യൻ എന്ന് പറയുന്നത് മറ്റൊരു വാക്കാണ്. ഇനി പോതിയൻ എന്നൊരു വാക്കുണ്ട്, പോതിയൻ. പോതിയൻ എന്ന് വെച്ചാൽ മലയിൽ, അറിവിന്റെ മലയ്ക്കുള്ളിൽ താമസിക്കുന്നവൻ. അഗത്തീയൻ എന്നൊരു മുനിയുണ്ട്. അപ്പൊ ഈ പറയുന്ന പോതിയന്മാരായാലും അയ്യന്മാരായാലും അടികളായാലും തുറവികളായാലും ഒക്കെ നമ്മൾ സംസ്കൃതത്തിൽ നമ്മൾ പറയുന്നൊരു പേരാണ് മുനികൾ. മുനി
എന്ന് പറയുന്നതിന് തുല്യമായിട്ടുള്ള വാക്കുകളാണ് ഇതൊക്കെ. അപ്പൊ പോതിയൻ, അതായത് അറിവിന്റെ മലയ്ക്കുള്ളിൽ വസിക്കുന്നവൻ, പോതിയൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു മുനി നമുക്കുണ്ട്. അതാണ് അഗസ്ത്യൻ. അഗസ്ത്യൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അകം എന്ന് വെച്ചാൽ മനസ്സ്, തീ എന്ന് പറഞ്ഞാൽ അറിവാകുന്ന തീ, മനസ്സിലുള്ളവൻ, ചിന്തയിലുള്ളവൻ, അങ്ങനെയുള്ളവനാണ് അഗസ്ത്യൻ. അതിന്റെ സംസ്കൃതമായിട്ടുള്ള മൊഴിമാറ്റമാണ് അഗസ്ത്യൻ. അങ്ങനെ അഗസ്ത്യമുനി എന്ന് നമ്മൾ ചുരുക്കത്തിൽ പറയും. അപ്പൊ മുമ്പേ ഞാൻ പറഞ്ഞ തുറവികൾ, അടികൾ, അതുപോലെ അയ്യൻ, അതുപോലെ തന്നെ പോതിയൻ തുടങ്ങിയിട്ടുള്ള ആ വാക്കുകള് കമ്പരാമായണത്തില് വിവിധ സന്ദർഭങ്ങളില് വിവിധ കഥാപാത്രങ്ങൾക്ക് ഇണങ്ങും വിധം ചേർത്തിട്ടുണ്ട്. ആ ഓരോ വാക്കിനും ഓരോ അർത്ഥമാണ്. എല്ലാം മുനി എന്ന് പറഞ്ഞ ഒരു സാമാന്യമായ അർത്ഥമല്ല, ആ ഓരോ വാക്കിനും ഓരോ അർത്ഥമുണ്ട്. അങ്ങനെ കമ്പരാമായണത്തില് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾക്ക് ഇണങ്ങും വിധം അത് പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പൊ കമ്പരാമായണം എന്ന് പറയുന്നത് വളരെ ലാഘവത്തോടുകൂടി കാണാനോ കേൾക്കാനോ ഉള്ള ഒരു ഗ്രന്ഥമല്ല. അത് നന്നായി തന്നെ പഠിച്ച് കേൾക്കേണ്ടതായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. അപ്പൊ അങ്ങനെ ഇമ്പത്തെ ഉണ്ടാക്കുന്നതിനും തുമ്പത്തെ അകറ്റുന്നതിനുമായിട്ടാണ് അറിവുള്ളത്. അറിവ് ശേഖരിക്കേണ്ടതിന്റെ ആവശ്യകത തന്നെ തുമ്പമകറ്റി ഇമ്പത്തെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിനായിട്ടാണ്. അപ്പൊ അത് പിണികളെ ഒഴിക്കുന്നതാണ്. പിണി എന്ന് പറഞ്ഞാലും തുമ്പം അല്ലെങ്കിൽ സങ്കടം എന്നാണ് അർത്ഥം. പിണികൾ അകറ്റുന്നതാണ്. കൂടും പിണികളെ കണ്ണാലൊഴിക്കും കൂടൽ മാണിക്യ സ്വാമി എന്നൊരു പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ പിണികൾ ഒഴിക്കുന്നവനാണ് പരിശുദ്ധൻ, പരിശുദ്ധനായവൻ ഈശ്വരൻ, പിണികൾ ഒഴിക്കുന്നവൻ. അപ്പോ പിണികളെ കുറിച്ച് പറഞ്ഞപ്പോ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കഥ മനസ്സിൽ ഓർമ്മ വന്നു. അപ്പൊ അതിലേക്ക് കിടക്കാം. ഒരിക്കല് പാലാഴിവാസനായിട്ടുള്ള വിഷ്ണു ഭഗവാന് ഒരു പിണിയുണ്ടായി. മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു അസ്വസ്ഥത. അപ്പോൾ അദ്ദേഹത്തിന്റെ പിണി ഒഴിക്കുന്നതിനായിട്ട് ദേവവൈദ്യന്മാരായിട്ടുള്ള അശ്വനീ ദേവന്മാരും ധന്വന്തരിയും ഒക്കെ വിവിധ തരത്തിലുള്ള ഔഷധങ്ങളൊക്കെ കൊടുത്ത് ചികിത്സ ആരംഭിച്ചു. പിണി ഒഴിയുന്നില്ല. അപ്പോ അവര് സിദ്ധവൈദ്യത്തിന്റെ ഉപജ്ഞാതാവായിട്ടുള്ള അഗസ്ത്യനെ വരുത്തി, അഗസ്ത്യമുനിയെ. അദ്ദേഹവും ചികിത്സിച്ചു. അദ്ദേഹത്തിന്റെ പിറകെ ലാടവൈദ്യന്മാർ ചെന്നു, അവരും ചികിത്സിച്ചു. പിണി ഒഴിയുന്നില്ല. അങ്ങനെ ദേവന്മാരെല്ലാം കൂടി സഭ കൂടി ഇതിനൊരു പരിഹാരം കണ്ടെത്താനായിട്ടുള്ള മാർഗം ആലോചിച്ചു തുടങ്ങി. അവസാനം അവർ കണ്ടെത്തി, ശ്രീ പരമേശ്വരന്റെയും പാർവതിയുടെയും അംശങ്ങളായിട്ട് ഭൂമിയിലെ പറയർ എന്ന് പറയുന്ന വിഭാഗത്തിൽ സാംബവ പറയർ എന്ന കുടിയിൽ പാക്കനാരും പാക്കത്തിയാരും പിറന്നിട്ടുണ്ട്. പാക്കൻ എന്നാൽ അർത്ഥം ശിവനെന്നാണ്. അപ്പൊ പാക്കനും പാക്കത്തിയാരും പിറന്നിട്ടുണ്ട്. അവര് ഈ പറയുന്ന പിണി ഒഴിക്കുന്ന കാര്യത്തിൽ മിടുക്കരാണ്. അപ്പൊ മന്ത്രവാദമൊക്കെ വശമുള്ള ഒരു വിഭാഗമാണ് സാംബവ പറയർ. അപ്പൊ അവര് ഇതിന് ആവശ്യമായിട്ടുള്ള പിണികൾ ഒഴിക്കുന്നതിനുള്ള മന്ത്രവാദ ക്രിയകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഔഷധപ്രയോഗവും ഒക്കെ ചെയ്യാനായിട്ട് ശേഷിയുള്ളവരാണ്. പണ്ട് കാലത്ത് ശിവക്ഷേത്രങ്ങളിൽ ഗോരോചനം എന്ന് പറയുന്ന വിശേഷപ്പെട്ട വസ്തു എത്തിച്ചുകൊണ്ടിരുന്നത് ഈ പറയുന്ന പറയർ വിഭാഗത്തിൽപ്പെട്ടവരാണ്. പറയർ വിഭാഗം തന്നെ അനേകം കുടികളായിട്ടുണ്ട്. പണ്ട് കാലത്ത് ഭരണയന്ത്രം തിരിക്കുന്നതിനായിട്ട് ജനങ്ങളെ ഒരു 4 വിഭാഗമായിട്ട് തിരിച്ചിരുന്നു: പറയർ, തുടിയർ,
വാണർ, കദംബർ, ഇങ്ങനെ. അപ്പൊ അതില് പറയർ എന്ന് പറയുന്ന വിഭാഗത്തില് അനേകം പേരുണ്ട്. അതൊരു വിശാലമായ അർത്ഥത്തിൽ പ്രയോഗിക്കപ്പെടുന്ന ഒരു ടൈറ്റിലാണ്. അതൊരു കുടിയോ അതൊരു ജാതിയോ അല്ല. ആ ടൈറ്റിലിന് കീഴെ ധാരാളം കുടികളുണ്ട്. അതിൽ തിരുവള്ളുവപ്പറയർ, വള്ളുവപ്പറയർ, വേട്ടുവപ്പറയർ, നെശവുപറയർ, ഉഴവുപറയർ, സാമ്പവപ്പറയർ, ഇങ്ങനെ നൂറുകണക്കിന് കുടികൾ ഉണ്ട്. അതിൽ തിരുവള്ളുവ പറയരെ നമുക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. മഹാനായ തിരുവള്ളുവർ, തിരുക്കുറൾ എഴുതിയ തിരുവള്ളുവർ ആ വിഭാഗത്തിൽപ്പെട്ടതാണ്. അന്ന് നമ്മുടെ ദേശത്ത്, അതായത് തെക്കേ ഇന്ത്യയിൽ, ഈ തമിഴകത്ത് എല്ലാം കോവിലുകളായിരുന്നു. കോ എന്ന് വെച്ചാൽ രണ്ടർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്. കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ദൈവത്താൻ അല്ലെങ്കിൽ ഈശ്വരൻ, രണ്ട് രാജാവ്. ഈ രണ്ടുപേരും ഇരിക്കുന്ന സ്ഥലത്തെ കോവിൽ എന്നാണ് പറയുന്നത്, കോയിൽ എന്നാണ് പറയുന്നത്. അപ്പോ ഈ കോവിലുകളില് പൂജ ചെയ്തിരുന്നത് വള്ളുവപ്പറയരാണ്. അപ്പൊ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബ്രാഹ്മണരൊക്കെ തെക്കേ ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ പൂജാരിമാരുണ്ടായിരുന്നു. ആ പൂജ ചെയ്തിരുന്ന വിഭാഗമാണ് വള്ളുവപ്പറയർ. പണ്ഡിത ശ്രേഷ്ഠന്മാരായിട്ടുള്ള വ്യക്തികളാണ് തിരുവള്ളുവപ്പറയർ. യുദ്ധത്തിൽ പങ്കെടുക്കുന്ന വീരസേനാനികളാണ് വേട്ടുവപ്പറയർ. ഇനി കൃഷികാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നടത്താൻ ശേഷിയുള്ളവരാണ് ഉഴവുപറയർ. ഇനി പലതരത്തിലുള്ള ഈറ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് വിവിധ തരത്തിലുള്ള മനുഷ്യന്, സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവരാണ് സാമ്പവപ്പറയർ. ഇങ്ങനെ പല വിഭാഗങ്ങളാണ്. അതിലാണ് പാക്കനാരും പാക്കത്തിയാരും പിറന്നിരിക്കുന്നത്. ഇപ്പൊ ദേവദൂതന്മാര് പാക്കനാരെയും പാക്കത്തിയാരെയും ചെന്ന് കണ്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. പാക്കനാര് പറഞ്ഞു, കാര്യങ്ങളൊക്കെ ശരിയാണ്, വരാം, പക്ഷേ ഒരു പ്രശ്നം, തുടി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പശുക്കുട്ടിയുടെ ആമാശയത്തിലെ തൊലി വേണം. ആ തോല് കൊണ്ട് മാത്രമേ ഈ പറയുന്ന തുടി ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ. ഭൂമിയിലാണെങ്കിൽ പശുക്കളില്ല. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഭൂമിയിലേക്ക് പശുക്കളെ കൊണ്ടുവരിക, എന്നിട്ട് ഇതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരിക. അങ്ങനെ ദേവദൂതന്മാര് അത് ദേവലോകത്ത് അറിയിക്കുകയും ദേവന്മാര് അതിനു വേണ്ടുന്ന എല്ലാ ഏക്കറുകളും ചെയ്തു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ കടുംതുടി ഉണ്ടാക്കി ദേവലോകത്തേക്ക് പുറപ്പെടാനായിട്ട് പാക്കനാര് തയ്യാറായി. കൂടെ ആരുമുണ്ട്? പാക്കത്തിയാരുമുണ്ട്. അപ്പോ പണ്ട് മന്ത്രവാദ ചടങ്ങുകളിലൊക്കെ സ്ത്രീക്കും പുരുഷനും തുല്യമായ പ്രാധാന്യം ഉണ്ടായിരുന്നു എന്ന് ഈ കഥയിലൂടെ നമുക്ക് വ്യക്തമാവുന്നുണ്ട്. പാക്കത്തിയാര് ചെയ്യുന്നത് തോലുകൊണ്ട് ഓതി ഈ പിണി ഇറക്കുക എന്നുള്ള മന്ത്രവാദ ചടങ്ങാണ് പാക്കത്തിയാര് ചെയ്യുന്നത്. അതിനായിട്ട് ഭൂമിയിലെ വളരെ വിശേഷപ്പെട്ട ഒരു ചെടി അവര് ഒടിച്ചെടുത്തു കൊണ്ടുവന്നു. അതാണ് പാഞ്ചി. അങ്ങനെ പാഞ്ചിത്തോലുമായിട്ട് പാക്കത്തിയാരും കടുംതുടിയുമായിട്ട് പാക്കനാരും സാംബ സദാശിവനെ സ്തുതിച്ചുകൊണ്ട് വൈകുണ്ഠത്തിലേക്ക് യാത്രയായി. ദേവദൂതന്മാരോടൊപ്പം പാക്കനാരും പാക്കത്തിയാരും വൈകുണ്ഠത്തിന്റെ വാതിൽക്കലെത്തി. പാക്കനാരെ തൻ്റെ കയ്യിലിരുന്ന കടുംതുടി മെല്ലെ ഒന്ന് കൊട്ടി. അതിൻ്റെ നാദം വൈകുണ്ഠത്തെ ആകെ സംഗീത സാന്ദ്രമാക്കി. അത് കൈലാസത്തിലേക്കും ബ്രഹ്മലോകത്തിലേക്കും ദേവലോകത്തിലേക്കും എന്ന് വേണ്ട സർവ്വലോകത്തിലങ്ങളിലേക്കും വ്യാപിച്ചു. ആ നാദബ്രഹ്മത്തില് ഈ പ്രപഞ്ചമാകെ നിശ്ചലമായി നിന്നു. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്
എന്ന് കാതോർത്തുകൊണ്ട് പാക്കനാരും പാക്കത്തിയാരും മന്ത്രവാദ ചടങ്ങിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. മെല്ലെ തുടികൊട്ടി പാക്കനാര് പാട്ട് ആരംഭിച്ചു. പാക്കത്തിയാര് അതിൻ്റെ കൂടെ ആലാപനം തുടങ്ങി. അങ്ങനെ ഓരോ നിമിഷവും ഓരോ യാമവും കഴിഞ്ഞുകൊണ്ടേയിരുന്നു. പാട്ടിൻ്റെ താളവും ഭാവവും മട്ടും ഒക്കെ മാറി 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 വന്നു. അതിൻ്റെ ചടുലത വർദ്ധിച്ചു വർദ്ധിച്ചു വന്നു. തൻ്റെ മക്കൾ ചെയ്യുന്ന ആ സംഗീതം കൊണ്ടുള്ള ആ ഒരു അത്ഭുതം കണ്ട് നാദ പെരുമ്പറയനായിട്ടുള്ള നാദ ബ്രഹ്മമായിട്ടുള്ള ശ്രീ പരമേശ്വരൻ അങ്ങനെ സന്തോഷം കൊണ്ട് ലയിച്ചു നിന്നു. മറ്റു ദേവന്മാർക്കും സന്തോഷമായി. പാക്കത്തിയാരെ മെല്ലെ തൻ്റെ കയ്യിലിരുന്ന പാഞ്ചിത്തോല് കയ്യിലെടുത്തു. അത് വീശാൻ തുടങ്ങി. അതിൻ്റെ താളവും തുടിയുടെ താളവും പാട്ടിൻ്റെ ഇമ്പവും എല്ലാം കൂടി കലർന്ന് ഈ പ്രപഞ്ചത്തെ ആകെ നാദ ബ്രഹ്മമാക്കിക്കൊണ്ട് അതങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ വിഷ്ണുദേവൻ ആലസ്യപ്പെട്ടു വീണു. പാക്കനാരും പാക്കത്തിയാരും തങ്ങളുടെ ആ മന്ത്രോച്ചാരണം തുടർന്നുകൊണ്ടേയിരുന്നു. പാക്കത്തിയാര് പാഞ്ചിത്തോലിൽ നിന്നും ഓരോ ഇലകൾ നുള്ളി താഴെയിട്ട് പിണിയൊഴിഞ്ഞോ പിണിയൊഴിഞ്ഞോ എന്നിങ്ങനെ പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ഒരു ഇല നുള്ളി താഴെയിട്ടു. വിഷ്ണുദേവൻ കണ്ണു തുറന്ന് എല്ലാവരെയും നോക്കി. എല്ലാവർക്കും സന്തോഷമായി. ഭഗവാൻ എഴുന്നേറ്റ് പാക്കനാരോട് നന്ദി പറഞ്ഞു. വളരെ സന്തോഷത്തോടുകൂടി പാക്കനാരെയും പാക്കത്തിയാരെയും നോക്കിക്കൊണ്ട് അദ്ദേഹം അനുഗ്രഹിച്ചു. പാക്കന്റെ പാട്ടും പാക്കന്റെ കൊട്ടും പാക്കത്തിയാരുടെ മന്ത്രോച്ചാരണവും ഈ പ്രപഞ്ചമുള്ള കാലത്തോളം നിങ്ങൾക്ക് പിറവി ഗുണമായി ജന്മസിദ്ധമായി തന്നെ കിട്ടട്ടെ എന്ന് അനുഗ്രഹിച്ചു. ഭഗവാൻ ശ്രീപരമേശ്വരനും പാർവതീദേവിയും തൻ്റെ മക്കൾക്ക് പാക്കനിരിക്കുന്നിടം വാക്കിന് പഞ്ഞമില്ലാതിരിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു. ബ്രഹ്മദേവൻ പശിയും ഉണ്ണിയും നിങ്ങളെ ബാധിക്കാതിരിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു. പൊരുളിൽ ആവലില്ലാത്തവരായി മാറട്ടെ എന്ന് ലക്ഷ്മി ദേവി അനുഗ്രഹിച്ചു. പൊരുളിൽ ആവലില്ലാത്തവർ വെച്ചാൽ സമ്പത്തിൽ അത്യാഗ്രഹം ഇല്ലാത്തവർ ആയിത്തീരട്ടെ എന്ന് ലക്ഷ്മി ദേവി അനുഗ്രഹിച്ചു. പല്ലാണ്ട് വാഴുക, എല്ലാ കാലത്തും സുഖികളായിട്ടിരിക്കട്ടെ, സന്തോഷവാന്മാരായിട്ടിരിക്കട്ടെ, സംഗീതം നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കട്ടെ എന്ന് ദേവന്മാരും യക്ഷഗന്ധർവന്മാരും ഒക്കെ അവരെ അനുഗ്രഹിച്ചു. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി പാക്കനാരും പാക്കത്തിയാരും വൈകുണ്ഠ ലോകത്ത് നിന്നും ഭൂമിയിലേക്ക് യാത്രയായി. അപ്പോൾ ശ്ലേഷ്മാതക വനം, അതിൻ്റെ പ്രത്യേകത നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കി. അറിവും ശ്ലേഷ്മാതകവും തമ്മിലുള്ള ബന്ധവും മനസ്സിലാക്കി. അറിവും വനവുമായിട്ടുള്ള ബന്ധവും മനസ്സിലാക്കി. അപ്പോൾ അറിവിൻ്റെ കീർത്തിയായിട്ടുള്ള വിശ്രവസും അറിവിൻ്റെ സുഗന്ധമായിട്ടുള്ള കൈകസിയും തിരഞ്ഞെടുത്ത പ്രദേശം അറിവിനെ വികസിപ്പിക്കുന്ന തരത്തിലുള്ള ഒരിടമായിരുന്നു. അപ്പോൾ അറിവ് വികസിക്കണമെന്നുണ്ടെങ്കിൽ അതിന് അനുയോജ്യമായിട്ടുള്ള പ്രദേശം കൂടി ഉണ്ടായിരിക്കണം. ഉദാഹരണത്തിന് ഒരു സാഹിത്യകാരൻ, അദ്ദേഹം താമസിക്കുന്നത് സാഹിത്യവുമായിട്ട് താല്പര്യമില്ലാത്ത കുറേ ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്താണ്. എങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ സാഹിത്യപരമായിട്ടുള്ള ആ കഴിവ് ശോഷിച്ചു പോകും. സംഗീതത്തോട് താല്പര്യമില്ലാത്ത കുറേ ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലത്താണ് ഒരു സംഗീതജ്ഞൻ താമസിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംഗീതം ശോഷിക്കും. അത് ഏത് കലയായാലും സാഹിത്യമായാലും ഏതൊരു വിജ്ഞാനമായാലും അങ്ങനെ തന്നെയാണ്.
അതുകൊണ്ടാണ് പണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാർ തൊഴിൽപരമായിട്ട് ഗ്രൂപ്പായിട്ട് താമസിച്ചിരുന്നത്. നമ്മുടെ സംഘകാലത്ത് നോക്കിക്കഴിഞ്ഞാൽ തൊഴിലുകൾ കൊണ്ടുള്ള ഗ്രൂപ്പുകളാണ് കുടികൾ. ആ കുടികൾ ചേരികളായിട്ടാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ചേരി എന്ന് പറഞ്ഞാൽ അന്നത്തെ അർത്ഥം അനുസരിച്ച് വിദഗ്ധർ താമസിക്കുന്ന സ്ഥലം എന്നാണ് ചേരി. ഇന്നത്തെ അർത്ഥത്തിലല്ല ചേരി സംഘകാലത്ത് ഉപയോഗിച്ചിരുന്നത്. കുടി എന്നുള്ളതും ഇന്ന് നമ്മൾ പറയുന്ന രീതിയിൽ അല്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് അവരുടെ കഴിവുകളെ വികസിപ്പിക്കാൻ പറ്റി. അങ്ങനെയാണ് തമിഴകത്തിലെ വിശേഷപ്പെട്ട വലിയ വലിയ സാഹിത്യകാരന്മാരെല്ലാം ഉയർന്നു വന്നത്. അപ്പൊ അതുപോലൊരു കളമാണ് നമ്മുടെ വിശ്രവസും കൈകസിയും കൂടി രാവണാദികളുടെ ജന്മത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത്. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ബ്രഹ്മദേവൻ അറിവ് അതിന് വിളഞ്ഞ് വലുതാകാനുള്ള ഒരു വിളനിലത്തെ സൃഷ്ടിച്ചു. ആ വിളവെടുക്കാൻ പ്രാപ്തനായിട്ടുള്ള, അത് കൃഷി ചെയ്യാൻ പ്രാപ്തനായിട്ടുള്ള, അത് പരത്താൻ പ്രാപ്തനായിട്ടുള്ള ഒരാളെ അദ്ദേഹം മാനസപുത്രനായിട്ട് സൃഷ്ടിച്ചു. അതാണ് പുലസ്ത്യൻ. പുലസ്ത്യന്റെ ആ ഒരു പ്രഭാവം കൊണ്ട് അറിവ് കീർത്തി ആർജിച്ചു. അങ്ങനെ കീർത്തിയും പിന്നീട് ബ്രഹ്മദേവന്റെ തന്നെ പരമ്പരയിൽ വരുന്ന ലോകത്തെ രക്ഷിക്കുന്നവരായിട്ടുള്ള രാക്ഷസ പരമ്പരയിലുള്ള അറിവിന്റെ സുഗന്ധമായിട്ടുള്ള കൈകസിയും ജനിച്ചു. അവർക്കാണ് ഇനി പുത്രന്മാർ ജനിക്കുന്നത്. അതും എവിടെയാണ്? ശ്ലേഷ്മാതക വനത്തിൽ. അത്രയും വിശേഷപ്പെട്ട വനത്തിലാണ് അവർ ജനിച്ചു വീഴാൻ പോകുന്നത്. അപ്പം അവരുടെ ചരിത്രം നമുക്ക് അടുത്ത ഭാഗത്തിൽ പറയാം. വളരെ സന്തോഷം. വളരെ നന്ദി.